അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നടത്തിയ റെയ്ഡിനിടെ 8 പേരെ ഇസ്രായേൽ സൈന്യം വധിച്ചതായി പലസ്തീൻ ഇസ്രായേൽ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. 3 പലസ്തീൻ സൈനിക കമാൻഡർമാരെയും ഹമാസിന്റെ ഖസാം ബ്രിഗേഡിലെ ഒരാളെയും ഫത്തായുടെ അൽ അക്സ രക്തസാക്ഷി ബ്രിഗേഡുകളിൽ നിന്നുള്ള 2 പേരെയും ഉൾപ്പെടെ ഒരു അമ്മയെയും കുഞ്ഞിനെയുമാണ് വധിച്ചത്. നിരവധി സൈനിക വാഹനങ്ങളും ബുൾഡോസറുകളും ആക്രമണ സമയത്ത് വീടുകളും മാർക്കറ്റുകളും സമീപ സ്ഥലങ്ങളും നശിപ്പിക്കാൻ 5 പേർ കൊല്ലപ്പെട്ട തുൽക്കരം അഭയാർത്ഥി ക്യാമ്പിലേക്ക് ഇരച്ചുകയറി. ചോദ്യം ഇതാണ്: വെസ്റ്റ് ബാങ്ക് ആക്രമണങ്ങളിൽ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ആരെ? എത്ര റെയ്ഡുകൾ നടന്നു? ആരെയാണ് അവർ ലക്ഷ്യമിടുന്നത്? ഗാസയ്ക്കെതിരായ നിലവിലെ യുദ്ധത്തിന് മുൻപ് ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിലേക്ക് ദിവസേന സൈനിക റെയ്ഡുകൾ നടത്തുന്നുണ്ട്. സുരക്ഷ ഉയർത്തുന്നതിന്റെ പേരിലാണ് റെയ്ഡുകളെന്ന് ഇസ്രായേൽ പറയുന്നു. എന്നാൽ അധിനിവേശത്തിന് കീഴിലുള്ള ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഓർമ്മിപ്പിക്കുക എന്നതൊഴിച്ചാൽ ചെറിയ ലക്ഷ്യങ്ങൾ മാത്രമാണ് അവർ നിറവേറ്റുന്നത് എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. ജനിൻ, തുൽക്കരം, നൂർ ഷംസ് അഭയാർത്ഥി ക്യാമ്പ് തുടങ്ങിയ പട്ടണങ്ങൾ പതിവായി ലക്ഷ്യമിടുന്നുണ്ട്. പലസ്തീൻ സായുധരായ ആളുകളുമായി വെടിവയ്പ്പുകൾ പതിവായി നടത്തുന്നു. മിക്കവാറും എല്ലാ റെയ്ഡുകളിലും ഇസ്രായേൽ സൈന്യം റെസിഡൻഷ്യൽ ഏരിയകൾക്ക് നേരെ മിസൈലുകൾ പ്രയോഗിക്കുകയും വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും ആശുപത്രികളും ബുൾഡോസർ ഉപയോഗിച്ച് അതിക്രമം ചെയ്യുകയും വൈദ്യുതി വിച്ഛേദിക്കുകയും സാധാരണക്കാരെ കൊല്ലുകയോ മുറിവേൽപ്പിക്കുകയോ ചെയ്യാറുണ്ട് എന്ന് തുൽക്കരം അഭയാർത്ഥി ക്യാമ്പിലെ പ്രവർത്തകരായ ഷാദി അബ്ദുള്ള പറയുന്നു. 2022 അവസാനത്തോടെ തീവ്ര വലതുപക്ഷ ഗവൺമെന്റിന്റെ അമരത്ത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തിരിച്ചെത്തിയതിനെ തുടർന്ന് തുൽക്കരവും ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണങ്ങൾക്കും കുടിയേറ്റ ആക്രമണങ്ങൾക്കും വിധേയമായിട്ടുണ്ട്. ഈ റെയ്ഡുകൾ സൃഷ്ടിച്ച നാശം ഒക്ടോബർ 7 തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം കൂടുതൽ തീവ്രമായിട്ടുമുണ്ട്. ഹമാസ് സെല്ലുകൾ പിടിച്ചെടുക്കാനും ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കാനും തങ്ങളുടെ ദിവസേനയുള്ള റെയ്ഡുകൾ ആവശ്യമാണെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ വിമർശകർ പറയുന്നതനുസരിച്ച് സായുധ ചെറുത്തുനിൽപ്പിന് ആക്കം കൂട്ടുന്ന മൂലകാരണങ്ങളെ റെയ്ഡുകൾ വഷളാക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ ദശാബ്ദങ്ങൾ നീണ്ട അധിനിവേശം കഴിഞ്ഞയാഴ്ച അന്താരാഷ്ട്ര നീതിന്യായ കോടതി നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു. UN ഓഫീസ് ഫോർ ദി കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സിന്റെ കണക്കനുസരിച്ച് ഈ വർഷം ജനുവരി മുതൽ ജൂൺ 6 വരെ വെസ്റ്റ് ബാങ്കിൽ മാത്രം ഇസ്രായേൽ 203 പേരെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ഇസ്രായേൽ സൈനികരോ കുടിയേറ്റക്കാരോ കൊന്ന 75 പേർ കൂടിയാണിത്. വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങളെ ന്യായീകരിക്കാൻ ഇസ്രായേൽ ഭീകരവാദമെന്ന് വിളിക്കുന്ന ഭീഷണി ഉയർത്തി കളിക്കുകയാണ് എന്ന് ആക്ടിവിസ്റ്റുകൾ വിദഗ്ധരും വിശ്വസിക്കുന്നു. ഇത് വൻതോതിൽ കുടിയൊഴിപ്പിക്കലിനും അനധികൃത കുടിയേറ്റങ്ങൾ വിപുലീകരിക്കുന്നതിനും ഇടയാക്കുന്നു. അതിനിടെ വ്യാഴാഴ്ച ദോഹയിൽ ആരംഭിക്കുന്ന വെടിനിർത്തൽ ചർച്ച വിജയത്തിലെത്തുമെന്നാണ് കരുതുന്നത് എന്ന് അമേരിക്ക പോലും ആവർത്തിച്ചിട്ടുണ്ട്. ബന്ദികളുടെ ബന്ധുക്കളുമായി ചർച്ച നടത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെടിനിർത്തൽ കരാർ നടപ്പാകുമെന്ന സൂചനയും നൽകി. എന്നാൽ ഏതു വിധത്തിലും വെടിനിർത്തൽ അട്ടിമറിക്കാനാണ് നെതന്യാഹുവിന്റെ നീക്കമെന്ന് ഹമാസ് ആരോപിക്കുന്നുണ്ട്. അമേരിക്കയിലെത്തിയ നെതന്യാഹു പ്രസിഡന്റ് ജോ ബൈഡൻ, മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നിവരുമായി ചർച്ച നടത്തി. ബന്ദികളുടെ മോചനത്തിന് കരാർ നടപ്പാക്കാൻ വൈകരുതെന്ന് പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് നെതന്യാഹുവിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ കോൺഗ്രസിന് മുൻപാകെ ഗാസ യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജൂത വിഭാഗത്തിൽപ്പെട്ടവർ പ്രതിഷേധമുയർത്തുന്നുണ്ട്. ഇസ്രായേലിനുള്ള ആയുധ കയറ്റുമതി അമേരിക്ക നിർത്തണമെന്നും പ്രക്ഷോഭകർ ആവശ്യപ്പെടുന്നു.